കർത്താവിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് ഇന്നും ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം ഒരുക്കിയ നല്ല അവസരത്തെ ഓർത്ത് കർത്താവിനെ മോശപ്പെടുത്തുന്നു. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ദൈവത്തിന്റെ വചനം ശക്തിയായി സംസാരിപ്പാനായിട്ട് ദൈവം കർത്താവിന്റെ ദാസൻ ജിതേഷ് ഉപയോഗിച്ചു. കഴിഞ്ഞ നാളുകളിൽ നടന്ന അനേക മീറ്റിങ്ങുകൾ തന്റെ ശുശ്രൂഷ വളരെ അനുഗ്രഹമായി തീരുവാൻ കർത്താവ് സഹായിച്ചു. അത് അനേകർക്ക് പ്രയോജനമായി തീർന്നു. ഇന്ന് പകരം കർത്താവിന്റെ ദാസൻ നമ്മൾ ഒരുമിച്ചുണ്ട്. തന്നെ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ശുശ്രൂഷിക്കാൻ നമുക്ക് അനുഗ്രഹമായി തീരും. ദൈവസന്നിധിയിൽ വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. തുടർന്നുള്ള ശുശ്രൂഷയ്ക്കായി ജിതേഷ് ബിയെ ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കുന്നു. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തെ ഒരിക്കൽ കൂടി മഹത്വപ്പെടുത്തുവാൻ പുതിയ വർഷത്തിൽ ദൈവം തന്ന ഈ നല്ല സാവകാശത്തിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസനും സഭയ്ക്കും എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനവും പുതുവത്സര ആശംസകളും അറിയിക്കുന്നു. ഒരുമിച്ച് ഒരിക്കൽ കൂടി പുതിയ വർഷം കഴിഞ്ഞ വർഷം വളരെയധികം പ്രതിസന്ധികളും പ്രയാസങ്ങളൊക്കെയും നമുക്ക് ഓരോരുത്തർക്കും എല്ലാ അവസ്ഥയിലും നേരിടാൻ പറ്റി. എങ്കിലും ആ വർഷം കഴിഞ്ഞുപോയി. പുതിയ വർഷം വളരെ പ്രതീക്ഷയോടെ വളരെ ഉന്മേഷത്തോടെ നാം പ്രവേശിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് നമ്മളെപ്പോഴും ചിന്തിക്കുന്നവരാണെങ്കിലും പുതിയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാൻ ദൈവം നമ്മെ പ്രേരിപ്പിക്കുന്നു. അപ്രകാരം കർത്താവിൻ്റെ സന്നിധിയിൽ ആശ്രയിക്കുകയാണ്. പുതിയ വർഷം നമുക്കൊരു അനുഗ്രഹമായി തീരട്ടെ. പുതിയ വർഷത്തിൻ്റെ പ്രത്യേകതകൾ കുറിച്ചൊന്നുമല്ല ഞാൻ ഈ പറയുന്നത്. ഒരു ദിവസം തുടങ്ങുന്നതും ഒരു അനുഗ്രഹത്തിൻ്റെ വാക്കുകളിലൂടെ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാനീ പറയുമ്പോൾ ചില വ്യക്തികൾ അല്ലെങ്കിൽ ചിലർ പറയുന്ന അനുഗ്രഹത്തിനല്ല ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. സകലമാന ആത്മീയ അനുഗ്രഹങ്ങൾ എന്ന് വിശേഷിപ്പിച്ച് പറയണം. എഫെസ്യർ ലേഖനത്തിലൊക്കെയുണ്ട്. ആത്മീയമായ ഒരു അനുഗ്രഹം ദൈവത്തിൽ നിന്ന് നമുക്ക് എപ്പോഴും ദൈവം ഓപ്പണാണ്. എന്നാൽ ഭൂമിയിൽ നമുക്ക് ജീവിക്കാൻ ചില കാര്യങ്ങൾ വേണം. ഒരു അനുഗ്രഹം വേണം ജീവിക്കാൻ. നാം കഷ്ടതയോടെ ദാരിദ്ര്യത്തോടെ പട്ടിണിയും അല്ലെങ്കിൽ നാം മുടിഞ്ഞു പോകുന്ന അവസ്ഥയിൽ ജീവിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭം. ദൈവഭക്തിയിൽ നമ്മുടെ ജ്ഞാനത്തോടെ ആകാശത്തെ സൃഷ്ടിച്ചവൻ്റെ കയ്യിൽ നിന്ന് ദൈവം എന്താണോ നമ്മെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത്, മനുഷ്യർ ചിന്തിക്കുന്ന ആ അളവിലല്ല. ദൈവം ഒരു ആത്മാവിനെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ ഭൂമിയിൽ സൃഷ്ടിക്കുമ്പോൾ എന്താണോ ദൈവം ആ വ്യക്തിയെ ബ്ലസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അപ്രകാരമുള്ള സകല ബ്ലസ്സിങ്ങിനും നാം യോഗ്യരായി തീരുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അപ്രകാരം ദൈവസന്നിധിയിൽ നാം ഇന്നായിരിക്കാം. അധികം സമയം എടുക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ചില ചിന്തകൾ പുതിയ വർഷത്തോടുള്ള ബന്ധത്തിൽ ദൈവം പറയുന്ന ചില കാര്യങ്ങൾ ഇന്ന് ഒന്ന് ചിന്തിച്ചിട്ട് ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ലൈഫിൻ്റെ ഓരോ ഘട്ടങ്ങളിലെല്ലാം നമ്മുടെ ലൈഫിൽ എപ്പോഴും എല്ലാവർക്കും ഒരു പെർഫെക്റ്റ് ലൈഫാണ് ഇഷ്ടം. അതായത് എല്ലാം ക്ലിയർ ആയിരിക്കണം. എന്നാൽ എല്ലാവരുടെ ജീവിതം എടുത്തു നോക്കിയാലും, ഞാൻ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ഞാൻ ചിന്തിക്കുമായിരുന്നു, ആരുടെയും ജീവിതം പെർഫെക്റ്റ് അല്ല. എല്ലാവർക്കും അവരുടേതായ കുറവുകളും പോരായ്മകളും ബലഹീനതകളും ലിമിറ്റേഷൻസും എല്ലാം ഉണ്ട്. ബട്ട് സെയിം ടൈം എല്ലാവർക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇതിലാണ് ദൈവം അവരെ നടത്തുന്നത്. അപ്പോൾ ഇതെല്ലാം ഉള്ളപ്പോൾ ദൈവത്തിന് ബലഹീനരെ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിനകത്തെ സത്യം. അല്ലാതെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളെ യൂസ് ചെയ്യല്ല. പക്ഷേ ദൈവം പെർഫെക്ഷൻ്റെ ആ വഴിയിൽ, ആ ട്രാക്കിൽ കൊണ്ട് നിർത്തിയിട്ടാണ് നമ്മെ യൂസ് ചെയ്യുന്നത്. ആ ട്രാക്ക് എന്ന് പറയുന്നത് യേശു ക്രിസ്തുവാണ്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും. അപ്പോൾ ആ വഴി, അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ആ വഴിയിൽ കൊണ്ട് നമ്മളെ നിർത്തിക്കഴിഞ്ഞിട്ട് അപ്രകാരം മുമ്പോട്ട് ഫോളോ ചെയ്യാൻ പറയുകയാണ്. ഫോളോ മീ എന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ അനുഗമിക്കുക. അങ്ങനെ നമ്മൾ മുമ്പോട്ടേക്ക് പോകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലുണ്ടായിരുന്ന കൊച്ചു കൊച്ചു പോരായ്മകൾ ദൈവം മാറ്റി മാറ്റി വലിയ പോരായ്മകൾ അതിങ്ങനെ ചിസിൽ ചെയ്ത് ഒരായുസിൻ്റെ അവസാനം ഹെവൻ ബൗണ്ടായിട്ട് അല്ലെങ്കിൽ ഹെവൻ ക്വാളിഫൈഡ് ആയിട്ട് ആക്കുന്നത്. അത് ഒരു ആയുസ് കഴിയുമ്പോഴല്ല ക്വാളിഫൈ ആവുന്നത്,
തുടക്കത്തിൽ തന്നെ നാം യേശുവിൽ വിശ്വസിക്കുമ്പോൾ, നമ്മുടെ ജീവൻ യേശുവിന് വേണ്ടി സമർപ്പിക്കുമ്പോൾ നമ്മുടെ ലൈഫ് ഒരു പെർഫെക്ഷൻ്റെ പാത്തിലേക്കായി കഴിഞ്ഞു. ആസ് ഫാർ ആസ് ഗാഡ് ഇസ് കൺസേൺഡ്, ദൈവത്തെ സംബന്ധിച്ച് നമ്മൾ ഒരു നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള വഴിയിലൂടെയാണ് നാം നടക്കുന്നത്. അതിൻ്റെ അകത്ത് തിരിഞ്ഞും മറിഞ്ഞും വീഴാതെ സൂക്ഷിക്കുവാൻ ദൈവം വിശ്വസ്തനും നമ്മളും ഉത്തരവാദിത്തത്തോടെ ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് പലപ്പോഴും നമ്മൾ വിശേഷമുള്ള വ്യക്തികളൊന്നുമല്ല, സാധാരണ വ്യക്തികളാണ്. ഏലിയാവിനെക്കുറിച്ചുള്ള സമസ്വഭാവമുള്ള മനുഷ്യൻ. പക്ഷേ ചില ക്വാളിറ്റീസ് ദൈവത്തിൻ്റെ കൂടെ നടക്കുമ്പോൾ നമുക്ക് ദൈവം ഇമ്പാർട്ടേഷനിൽ ഉണ്ടാകുന്നു. വിശ്വസിക്കുക, ആശ്രയിക്കുക എന്നുള്ള ചില ക്വാളിറ്റീസിലേക്ക് വരുമ്പോൾ നമ്മുടെ ആ പെർഫെക്ഷൻ ജേർണി കുറച്ചും കൂടി വിസിബിളായിട്ടും മുമ്പോട്ട് പോകാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. ഇന്ന് പകൽ സമയം ഞാൻ ഒരു വ്യക്തിയെക്കുറിച്ചാണ് പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒരു ഡിവൈൻ അപ്പോയിൻറ്റഡ് ആയിട്ടുള്ള ഒരു ദൈവികമായ ഒരു അപ്പോയിൻമെൻറ്റിലേക്ക് വരികയാണ്. നമ്മുടെ ഈ പുതിയ വർഷത്തിൽ നാം ഒത്തിരി പ്രയാസങ്ങൾ കഴിഞ്ഞ വർഷം നേരിട്ടു. ഐ എം ഷുവർ നമുക്കത് ഓവർകം ചെയ്യാൻ പറ്റി. പുതിയ വർഷത്തിലും ദർ ഇസ് എ ലോട്ട് ഓഫ് ചാലഞ്ചസ്. പുതിയ വർഷത്തിലും നമ്മെ ഒത്തിരി പ്രതിസന്ധികളും പ്രതികൂലങ്ങളും നമ്മെ കാത്തിരിക്കുന്നു. പക്ഷെ നമ്മൾ ഭയപ്പെടേണ്ട. കാരണം കർത്താവിനെ പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്. ഒരു നേതാവും പറയാത്തൊരു കാര്യമാണ്. എപ്പോഴും ഞാനായിരുന്നെങ്കിൽ ഒരു പക്ഷേ പറഞ്ഞാൽ ലോകത്തിൽ നിങ്ങൾക്ക് ഇനി കഷ്ടമല്ല, കാരണം എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരാളായിരുന്നെങ്കിൽ. കർത്താവ് പക്ഷേ അങ്ങനെയല്ല പറയുന്നത്. കർത്താവ് ഇത്രയും കൺട്രോൾ, അതായത് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന ആ ദൈവം നമ്മളോട് പറയുകയാണ്, ലോകത്തിൽ നിങ്ങൾക്ക് അനേക കഷ്ടങ്ങളുണ്ട്, എങ്കിലും നിരാശപ്പെടേണ്ട, ധൈര്യപ്പെടുകയും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഒരു നീതിമാൻ്റെ അനർത്ഥം അസംഖ്യം, ഇന്യൂമറബിൾ, അൺകൗണ്ടബിളാണ്. എന്ന് വെച്ചാൽ എണ്ണിപ്പറിക്കാൽ 1000, 5000, 10,000 ആയിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. ഒരു നീതിമാൻ്റെ അനർത്ഥം അസംഖ്യമാണ്. അനർത്ഥം അസംഖ്യമായിരിക്കുകയാണ്. എങ്കിലും അതിൽ നിന്നൊക്കെയും ദൈവം യഹോവ ആ നീതിമാനെ വിടുവിക്കുന്നു. അപ്പോൾ ആ വിടുവിക്കുന്ന ഒരു പ്രക്രിയയും ധൈര്യപ്പെടുന്ന ഒരു പ്രക്രിയയിലേക്കുമാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നിരാശ തോന്നുന്ന വ്യക്തി അധൈര്യപ്പെട്ടു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അതെല്ലാം നമ്മുടെ ഉള്ളിൽ വരും. അനുഭവിക്കുന്ന എല്ലാവർക്കും അറിയാം, ഞാൻ ഉൾപ്പെടെ നമ്മളെല്ലാവരും വളരെ വൾണറബിളാണ്. ഓരോ സിറ്റുവേഷനിൽ നമ്മളെങ്ങനെ റിയാക്ട് ചെയ്യുന്നു, നമുക്ക് റെസ്പോണ്ട് ചെയ്യാൻ പോലും റെസ്പോണ്ട് ചെയ്യാൻ പറ്റത്തില്ല. നമ്മളെപ്പോഴും പെട്ടെന്ന് റിയാക്ഷൻസാണ്. എല്ലാവർക്കും റിയാക്ഷണൽ ലൈഫാണ് അവർക്കിഷ്ടം. കാരണം എടിപടിയുന്ന തീരുമാനം. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ ഈ പുതിയ വർഷത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത് തൊട്ട് സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നു. ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്ന് കടന്നു വന്ന കഥകളൊക്കെ നിങ്ങൾ ഒരുപക്ഷെ അറിയാതിരിക്കാം. അവരെല്ലാം കടന്നു വന്നു. അവരെ കുറേ ജഡ്ജസ്, ന്യായാധിപന്മാർ അവരെ ഭരിച്ചു നടന്നൊരു കാലത്ത് ജനമെല്ലാം ദൈവത്തോട് മറുതലിച്ച് പറഞ്ഞു, ഞങ്ങൾക്ക് മറ്റു രാജ്യങ്ങളെ പോലെ ഒരു രാജാവ് ഉണ്ടായിരിക്കണം. നമ്മളും പറയുമല്ലോ, കഴിഞ്ഞ വർഷം പോലെയല്ല, നല്ലൊരു വർഷം തരണം. ചിലർ പ്രാർത്ഥിക്കും, മറ്റുള്ളവർക്കുള്ളതുപോലെ ഈ വർഷം ഞങ്ങൾക്ക് നല്ലതാവണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവരെയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ നല്ല രീതിയിൽ ജീവിക്കുന്നവരെ പോലെ വേണം. കഷ്ടതയിൽ പലരുടെയും മൈൻഡ് അങ്ങനെ പോകുന്നു. പെട്ടെന്ന് നമുക്ക് കേൾക്കുമ്പോൾ ഇതൊരു നല്ല രീതിയല്ലല്ലോ എന്ന് തോന്നും. ഇതുപോലെ തന്നെയാണ് ഇസ്രായേൽ ജനം പറഞ്ഞു, മറ്റ് രാജ്യങ്ങൾക്ക് രാജാക്കന്മാരൊക്കെ ഉള്ളതുപോലെ ഞങ്ങൾക്കൊരു രാജാവാണ്, ഞങ്ങൾക്ക് ഡയറക്റ്റ്ലി ഡീൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ദൈവം ഒരു വ്യക്തിയെ ഇതിനു വേണ്ടി, അപ്പോൾ ശമൂവേൽ ഇതിനു വേണ്ടി കരഞ്ഞ് നീ എന്തിനാ കരയുന്നത്? ദേ ഡിഡ്ന്റ് റിജക്റ്റ് യു, ദേ റിജക്റ്റഡ് മീ ആസ് ഗോഡ്, ആസ് കിങ്, ആസ് എ റൂളർ. അപ്പോൾ ദൈവം ശമൂവേൽ അതിനു വേണ്ടി നിലവിളിക്കുമ്പോൾ ദൈവം ചോദിക്കും, നീ എന്തിനാണ് വിളിക്കുന്നത്? അവർ നിന്നെയല്ലോ എന്നെയല്ല റിജക്റ്റ് ചെയ്തത്. ബട്ട് ഗോഡ് വാസ് ഗ്രേഷ്യസ് ഇനഫ് ടു ഗിവ് ദം ആൻ അപ്പർ ഹാൻഡ് ഓൺ ദാറ്റ് റിക്വസ്റ്റ്. അവരുടെ ആ റിക്വസ്റ്റിൽ, അവരുടെ ആ പ്രാർത്ഥനയിൽ, അല്ലെങ്കിൽ അവരുടെ ആ എന്താ പറയുക നീഡിൽ, അവരുടെ ആവശ്യത്തിൽ ദൈവം അവർക്ക് അപ്പർ ഹാൻഡ് കൊടുത്തു. എന്ന് വെച്ചാൽ അവർ പ്രാർത്ഥിക്കുന്ന ദൈവം അവർക്ക് നൽകി. ഈവൻ ദോ ഗോഡ് വാസ് നോട്ട് റിയലി ഹാപ്പി വിത്ത് ഇറ്റ്. പക്ഷേ ദൈവം അത് ചെയ്യുമ്പോൾ വളരെ അൺഹാപ്പിനെസ്സോടെയോ അല്ലെങ്കിൽ ഡിസ്ട്രക്റ്റീവ് മൈൻഡോടെയോ അല്ല ചെയ്യുന്നത്, വളരെ പോസിറ്റീവായിട്ടും വളരെ ഡിഫറൻ്റായിട്ടോ ദൈവം ചെയ്യുന്നു. അപ്പോൾ ഇവിടെ കാണുന്നു 1 ശമൂവേലിൻ്റെ പുസ്തകം അതിൻ്റെ 9-ാം അധ്യായത്തിൻ്റെ ചില വാക്കുകൾ, നമ്മളെല്ലാം ഒന്നും വായിക്കുന്നില്ല. അതിൽ ദർ വാസ് എ ബെഞ്ചമൈറ്റ്, എ മാൻ സ്റ്റാൻഡിങ് ഹൂസ് നെയിം വാസ് കിഷ്, സൺ ഓഫ് അബിയേൽ, ദ സൺ ഓഫ് സെറോ, ദ സൺ ഓഫ് Bekorath, the son of Aphiah of Benjamin. Kish had a son named Saul, a handsome young man as could not be found anywhere in Israel, and he was head taller than anyone else. അപ്പം ഒരു വ്യക്തിയെ ദൈവം ഐഡൻറ്റിഫൈ ചെയ്യാണ്.
അതിൻ്റെ എറ്റിമോളജി കാര്യങ്ങളൊക്കെ അയാളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എവിടെ നിന്നാണെന്ന് പറഞ്ഞിട്ട് ഒരു ബെഞ്ചമൈൻ ബെന്യാമീൻ ഗോത്രത്തിലെ ഒരു മനുഷ്യനെ ദൈവം സെലക്ട് ചെയ്യുകയാണ്. യഥാർത്ഥത്തിൽ ബെന്യാമീൻ ഗോത്രക്കാർ അല്ല ആ ഒരു പദവിയിലേക്ക് വരേണ്ടത്. കാരണം ദൈവത്തെ സേവിക്കുന്നവർ അല്ലെങ്കിൽ ദൈവികമായ കാര്യങ്ങൾ ചെയ്യുന്നവർ ലേവിയൻ ഗോത്രത്തിൽ നിന്നാണ്. പക്ഷേ ഇവിടെ ഇതാ ഒരു ബെന്യാമീൻ ഗോത്രത്തിൽ നിന്ന് വരുന്നു. പറയുകയാണ് അവനെന്താണ്, എ യങ് മാൻ ആസ് കുഡ് ബി ഫൗണ്ട് എനിവെയർ ഇൻ ഇസ്രയേൽ ആൻഡ് ഹീ വാസ് എ ഹെഡ് ടോളർ ദാൻ എനിവൺ എൽസ്. വളരെ ഉയരം കൂടിയ പൊക്കം കൂടിയ നിന്ന്. അപ്പോൾ ദൈവം ഒരു ഡിവൈൻ ഇസ്രായേലിൻ്റെ മേൽ ഒരു വലിയ ഒരു എന്താ പറയുക ഒരു സീ ചേഞ്ച് ഒരു കാര്യം കൊണ്ടുവരികയാണ്. ഒരു രാജാവിനെ അപ്പോയിൻ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ദൈവം സെലക്ട് ചെയ്യുന്ന വ്യക്തി നമ്മൾ പറയുമല്ലോ ഇറ്റ്സ് എ ഹാൻഡ് പിക്ഡ് അല്ലേ, ഹാൻഡ് പിക്ഡ് ആയിട്ടുള്ളൊരു കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ചില ഫ്രൂട്ട്സൊക്കെ നമ്മൾ വാങ്ങിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിട്ടുണ്ടാവും ഹാൻഡ് പിക്ഡ് എന്ന് വെച്ചാൽ കൈ കൊണ്ട് പറിച്ചെടുത്ത്, അല്ലാതെ ഒരു കൂട്ടത്തിൽ നിന്ന് ആരെയും കൊണ്ടുവന്നതല്ല, അത് ഫ്രഷായിട്ട് തന്നെ പറിച്ചെടുത്ത് വരുന്നതാണ്. അപ്പോൾ അങ്ങനെ ദൈവം പറിച്ചെടുക്കുന്ന സമയത്ത് ആ വ്യക്തിയിൽ ചില കാര്യങ്ങളുണ്ട്. ഈ വർഷം ദൈവം അങ്ങനത്തെ ഒരു രീതിയിലേക്ക് നമ്മളായിത്തീരുവാൻ നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ഒന്ന്, സൗല് വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു വ്യക്തിയാണ്. തൻ്റെ അപ്പിയറൻസ് വളരെ സ്പെഷ്യലാണ്. അതിനകത്ത് എഴുതിയിരിക്കുന്ന ഒരു കാര്യമേ ഉള്ളൂ, പരിശുദ്ധാത്മാവ് ഇവിടെ എഴുതി വെച്ചാൽ ആൻഡ് ഹി വാസ് ഹെഡ് ടോളർ ദാൻ എനി വൺ എൽസ്. അപ്പോൾ ദൈവം ഒരു സ്പെഷ്യൽ ഗിഫ്റ്റോടെ അല്ലെങ്കിൽ ഒരു പ്രത്യേക നമ്മൾ പറയും താലന്തോടെ സൃഷ്ടിച്ചിരിക്കുന്ന എല്ലാ മനുഷ്യനും അതിൻ്റേതായ ഗുണം ദൈവികമായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി മാത്രമല്ല, ഈ ഭൂമിയിൽ ഒരു നിങ്ങളുടെ ഫിംഗർ പ്രിൻ്റ് ഡിഫറെൻ്റ് ആയിരിക്കുന്ന പോലെ, നിങ്ങളുടെ കണ്ണിൻ്റെ റെറ്റിന സ്കാൻ ചെയ്യുമ്പോൾ അത് വളരെ ഡിഫറെൻ്റാണ്. ഓരോ വ്യക്തികളിലും വളരെ യുണീക്കായിട്ടുള്ള സിഗ്നേച്ചേഴ്സാണ്. ഫിംഗർ പ്രിൻ്റ്, റെറ്റിന എന്ന് പറയുന്ന ഭാഗങ്ങൾ, കണ്ണിൻ്റെ അകത്തെ കൃഷ്ണമണി, അതിൻ്റെ അകത്തുള്ള അതൊക്കെ വളരെ വ്യത്യസ്തമായിരിക്കുമ്പോൾ ആ സ്പെഷ്യാലിറ്റിയോടെ തന്നെയാണ്. അപ്പോൾ ആരും പറയരുത് ഞാൻ സ്പെഷ്യലല്ല ഈ വർഷം. യു ആർ സ്പെഷ്യൽ. നിങ്ങൾ വളരെ സ്പെഷ്യലായിട്ട് ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ്. അതിന് നമ്മളിനി നാളെ ക്രൈം ചെയ്ത് ഫിംഗർ പ്രിൻ്റ് ഒന്നും പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് നമ്മൾ മറ്റൊരാളുടെ ഒരു അറ്റസ്റ്റേഷൻ നമുക്ക് ആവശ്യമില്ല. നമ്മുടെ ജീവിതത്തിൽ നാം സ്പെഷ്യലാണെന്ന് അറിയാൻ ഒരു കാര്യം മതി, നമ്മുടെ കയ്യിൻ്റെ വിരലടയാളം വ്യത്യസ്തമാണ്. അത് സത്യമാണ്. അതിനകത്ത് നമ്മുടെ DNA വ്യത്യസ്തം. DNA നമുക്ക് പുറത്തെടുക്കാൻ പറ്റില്ല. DNA ടെസ്റ്റൊക്കെ കണ്ടക്ട് ചെയ്തിട്ട് അങ്ങനെയൊന്നും നമ്മൾ പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ദൈവം ബേസിക്കലി പറയുന്നത്, നിങ്ങൾ ആധാർ കാർഡിന് പോകുമ്പോഴോ അല്ലെങ്കിൽ ചില എയർപോർട്ടുകളിൽ പോകുമ്പോൾ ഐറിസ് സ്കാൻ ഉണ്ടാവും കണ്ണിൽ. അപ്പോൾ ആ റെറ്റിന സ്കാനിൽ നമുക്ക് മനസ്സിലാകും നാം വ്യത്യസ്തരാണ്. അവർക്ക് പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിലൊക്കെ അവർ സ്കാൻ ചെയ്യുമ്പോൾ ഒരു വ്യക്തി തെറ്റ് ചെയ്താൽ ആ വ്യക്തിയുടെ ഫിംഗർ പ്രിൻ്റ് ഐറിസ് സ്കാനാണ് റെക്കോർഡ് ചെയ്ത് വെക്കുന്നത്. നെക്സ്റ്റ് ടൈം ആ വ്യക്തിയെ കണ്ടുപിടിക്കാൻ ഈസിയാണെന്നുണ്ട്. ആ വ്യത്യസ്തത ദൈവത്താൽ നിങ്ങൾക്കുണ്ട്. ഈ പുതിയ വർഷം യു ആർ സ്പെഷ്യൽ ടു ഗാഡ് ബിക്കോസ് ഹി ഹാസ് ക്രിയേറ്റഡ് യു ഇൻ ഹിസ് ഓൺ ഇമേജ് ഇൻ എ സ്പെഷ്യൽ വേ. നാം പലപ്പോഴും എനിക്കൊക്കെ ഉണ്ടായിരുന്ന ഒരു ബുദ്ധിമുട്ട്, ഞാൻ പലപ്പോഴും ചിന്തിക്കുന്നതാണ്, ദൈവത്തിന് അങ്ങനെ ഒരു സ്പെഷ്യാലിറ്റി എന്നിലുണ്ടോ കാണാൻ. ഞാനൊരു 100 പേരുടെ കൂടെ നിന്ന് ഏകദേശം ഒരേപോലെ തോന്നുന്നത്, വ്യത്യസ്തതയൊന്നുമില്ല. പക്ഷേ ദൈവത്തിൻ്റെ കണ്ണുകളിൽ നമ്മൾ വളരെ സ്പെഷ്യലാണ്. എന്ന് വെച്ചാൽ നമുക്ക് കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ഉള്ളവർക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. 2 കുഞ്ഞുങ്ങൾ ഏകദേശം സെയിം പ്രായത്തിൽ ജനിക്കുകയാണെങ്കിൽ, വ്യത്യസ്ത പ്രായത്തിൽ ജനിക്കുകയാണെങ്കിലും അവരുടെ ബിഹേവിയേഴ്സ് വളരെ ഡിഫറെൻ്റാണ്. നമുക്ക് അപ്പം തന്നെ നമുക്ക് മനസ്സിലാവും, മാതാപിതാക്കൾ എന്നുള്ള നിലയ്ക്ക് ആർക്കും മനസ്സിലാവും 2 കുഞ്ഞുങ്ങൾ 2 സ്വഭാവ രീതികളുള്ളതാണെന്ന്. ആ കുഞ്ഞുനാളിലുള്ള സ്പെഷ്യാലിറ്റിയെ അത് പിന്നെ വളർന്നു വരുമ്പോഴും അത് തന്നെ ഒരു കുഞ്ഞിൻ്റെ ബ്രെയിൻ 3 വയസ്സിനുള്ളിൽ സെറ്റാവുന്നതാണ്. തൻ്റെ ആറ്റിറ്റ്യൂഡ്സ് ആ പാത്തിലേക്ക് ആവുന്നുള്ളതാണ്. അപ്പം മടങ്ങി വരാം, വളരെ സ്പെഷ്യലായിട്ടുള്ള ഹെഡ് ടോളറായിട്ടുള്ള പൊക്കം കൂടെ ഉയരം കൂടിയ മനുഷ്യനായി ശൗലിനെ ഇവിടെ വരുന്നു. അടുത്തത് പറയുന്നു, Now the donkeys belonging to Saul's father Kish were lost, and Kish said to his son, Take out the servants with you and go and look for the donkeys. So they passed through the hill country of Ephraim. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാവുന്ന താൻ ഒരു ഡിസിപ്ലിൻഡ് ക്യാരക്ടറുള്ളൊരു മനുഷ്യനാണ്. തൻ്റെ പിതാവ് തന്നോട് എന്ത് അരുളി ചെയ്യുന്നു അല്ലെങ്കിൽ എന്ത് സംസാരിക്കുന്നു, എന്താണോ കമാൻഡ്മെൻറ്റ് അല്ലെങ്കിൽ എന്താണ് നിർദ്ദേശം, അത് അനുസരിക്കാൻ താൻ റെഡിയാണ്. താൻ കാരണമല്ല, സൗലിൻ്റെ ഫാദറിൻ്റെ ഡോങ്കീസിയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ആ കഴുതകളെ തപ്പാൻ വേണ്ടി ശൗലിനെ ഏൽപ്പിക്കുകയാണ്. അപ്പം ശൗൽ അപ്പം തന്നെ അല്ല, എനിക്ക് വേറെ പണിയുണ്ട്, ഞാൻ മറ്റു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്, എനിക്ക് എൻ്റേതായ കുറേ കാര്യങ്ങളുണ്ട് എന്ന് പറയാതെ ഒരു ഡിസിപ്ലിൻഡ് ലൈഫിലേക്ക് നമ്മൾ പലപ്പോഴും എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാ വ്യക്തികൾക്കും മറ്റൊരാളുടെ അടിയിൽ ഡിസിപ്ലിൻഡ് ആകാൻ ഇഷ്ടമല്ല.
നമുക്ക് ഒരു ദൈവം വെച്ചിരിക്കുന്ന മെത്തഡോളജി പോകാൻ നമ്മൾ വളരെ ബുദ്ധിമുട്ട് ഉള്ളവരാണ്. പലപ്പോഴും നമുക്ക് ഇഷ്ടമില്ലാത്തവരെ രീതിയിൽ പറയും, ഓ എനിക്ക് എപ്പോഴും പ്രാർത്ഥിക്കണം, എപ്പോഴും ബൈബിൾ വായിക്കണം ഒക്കെ. പക്ഷേ ഈ വർഷം ദൈവം എൻ്റെ ഉള്ളിൽ തന്നൊരു കാര്യം, നമ്മൾ എപ്പോഴും ഒരു ഡിസിപ്ലിൻഡ് ക്യാരക്ടറിൻ്റെ ഭാഗമായിട്ട് മാറാനുള്ളൊരു ശ്രമം നടത്തണം. ഇവിടെ സൗല് തൻ്റെ അധികാരികൾ, തൻ്റെ പിതാവ്, ഇപ്പോൾ ദൈവം വെച്ചിരിക്കുന്ന അധികാരികൾ, ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥകൾ, നാം അംഗീകരിക്കപ്പെടുന്ന ദൈവികമായ ഒരു അധികാരമെന്ന് അംഗീകരിക്കപ്പെടുന്നവരോടെല്ലാം ഒരു താഴ്മ മനസ്സ്, ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറുള്ള വ്യക്തിയെപ്പോലെ, ഒരു നല്ല സ്വഭാവമുള്ള വ്യക്തിയെപ്പോലെ നാം ആയിത്തീരുവാൻ ദൈവം ആഗ്രഹിക്കും. കാരണം ഓൾ അതോറിറ്റീസ് ഹാസ് ബീൻ അപ്പോയിൻറ്റഡ് ബൈ ഗോഡ് എന്നാണ് ബൈബിൾ പറയുന്നത്. എല്ലാ അധികാരങ്ങളും ദൈവത്തിൽ നിന്ന് അത്രയും. അതുകൊണ്ടാണ് പറയുന്നത്, ഒരു ഇതുണ്ട് പുതിയ നിയമത്തിൽ, എനിക്ക് തോന്നുന്നു പത്രോസാണെന്ന്, പത്രോസോ എഴുതുന്ന ലേഖനങ്ങളിലൊക്കെ വായിച്ചാൽ കാണാം, നാം അധികാരങ്ങളോട് രണ്ട് സൈഡിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ രണ്ടും പറഞ്ഞത്. രണ്ടുപേരുടെ ലേഖനത്തിലും എങ്ങനെ നമ്മൾ ഡീൽ ചെയ്യണമെന്നുണ്ട്. ഡു നോട്ട് ത്രെറ്റൻ യുവർ അതോറിറ്റീസ് എന്ന് എഴുതിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ നമുക്കൊക്കെ ഒരു ചിന്തയാണ്, നാം ഒരു കാര്യങ്ങൾ ചെയ്യുന്നു, നമുക്ക് ശരിയാണെന്ന് തോന്നുന്നു, എന്നാൽ മറ്റൊരാൾക്ക് തോന്നിയില്ലെങ്കിൽ, നമ്മളെക്കാട്ടും അധികാരമുള്ളവരാണെങ്കിൽ നാം ത്രെറ്റൻ ചെയ്യും. ഞാൻ ഇപ്പം തന്നെ കാര്യങ്ങൾ മറിക്കും, എനിക്ക് താല്പര്യമില്ല, അങ്ങനെ ആ റിയാക്ഷൻ ഭയങ്കര ഹൈ ആണ്. കാരണം നമ്മളിൽ എന്തോ ഉണ്ട്, അത് നിങ്ങൾക്ക് ആവശ്യമുണ്ട്, അതുകൊണ്ട് ഞാൻ പറയുന്നത് പ്രകാരം എനിക്ക് ലഭിക്കണം എന്നുള്ള മനോഭാവം ഇന്ന് പ്രത്യേകിച്ച് കോർപ്പറേറ്റ് മൈൻഡിൽ വളരെ ഹൈ ടോക്സിക് എൻവയൺമെൻറ്റിലുള്ളൊരു കാര്യമാണ്. അത് ആ എൻവയൺമെൻറ്റിനെ തന്നെ, ആ റിലേഷൻഷിപ്പിനെ പലപ്പോഴും മാറ്റും. അതായത് എനിക്ക് നിങ്ങൾ പറയുന്ന പോലെ ജീവിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ അതിനൊരു അൺഫെയർ ആയിട്ടുള്ള കാര്യമല്ല കേട്ടോ. നമ്മുടെ ഫെയർ ആയിട്ടുള്ള ഡീൽ ചെയ്യുന്ന കാര്യത്തിൽ നാം ത്രെട്ടനിങ് മൈൻഡ് മാറ്റി, നാം എന്താ പറയുക, ആ ഭീഷണിയുടെ സ്വരത്തിൽ നിന്നുള്ള സംസാരങ്ങളെ ഈ വർഷം മാറ്റി ഒരു ഡിസിപ്ലിൻഡ് ക്യാരക്ടറിലേക്ക്. കർത്താവ് പോലും ക്രൂശീകരിക്കുമ്പോൾ താൻ അവിടെ പോയി എല്ലാവരും ഭീഷണിപ്പെടുത്തിയൊന്നുമില്ല, അവരോട് ക്ഷമിക്കണമേ എന്നുള്ള. ഒരു പുതിയ വർഷത്തിൽ നമ്മൾ മനസ്സെല്ലാം ഒന്ന് ഫ്രഷായി, നാം അനേകരെ ഭീഷണിപ്പെടുത്തുന്ന സ്വരങ്ങൾ, ചിലർ പറയുന്നുണ്ട് അതല്ല ചെയ്ത തെറ്റാണ്. ഞാൻ ഒത്തിരി പേരോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ തെറ്റും ശരിയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ, അവർ ലോജിക്കലി അവർക്ക് ഫാലസീസ് ഉണ്ട്, അത് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന്. പക്ഷേ അവർ കേട്ട ആ സത്യം, അവർ മനസ്സിലാക്കിയ സത്യം സത്യമായതുകൊണ്ട് അവരതിനെ ഒരു ഭീഷണി സ്വരത്തിലാണ് മുഴങ്ങുന്നത്. പക്ഷെ ദൈവം പറയുന്ന ഒരു ഡിസിപ്ലിൻഡ് ക്യാരക്ടറോട് നമ്മളതിനെ മാറണം. എന്ന് വെച്ചാൽ സത്യം അസത്യമാക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്, സത്യത്തെ എങ്ങനെ അത് നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് നമുക്ക് എല്ലാവരിലും സ്പെഷ്യാലിറ്റീസും ഉണ്ട്, ഞാൻ പറഞ്ഞ പോലെ എല്ലാവരിലും നെഗറ്റീവ്സും ഉണ്ട്. പക്ഷേ നാം നമ്മെ എങ്ങനെ കാണുന്നുവോ, ദൈവം നമ്മെ എങ്ങനെ കാണുന്നുവോ, മറ്റുള്ളവർ നമ്മെ എങ്ങനെ കാണുന്നുവോ, നാം ഇതിലൊരു വിലയിരുത്തണം. പലപ്പോഴും 1970-കളിൽ വരെ ഞാനത് ജോലിയോടുള്ള ബന്ധത്തിൽ, ജോലി ചെയ്യുന്നവർക്ക് കുറച്ചും കൂടി മനസ്സിലാവാൻ വേണ്ടിയിട്ടായി പറയുന്നത്, 1970-കളിൽ വരെ വിശ്വസ്തതയും ആത്മാർത്ഥതയുമാണ് ജോലിയിൽ ഏറ്റവും കൂടുതൽ വിലയേറിയപ്പെട്ടത്. അത് നിങ്ങൾ പഴയ കമ്പനികളിൽ നോക്കിയാൽ കാണാം, 80 വയസ്സുള്ളവരൊക്കെ ചിലപ്പോൾ അതിൻ്റെ പാർട്ടായിട്ടിരിക്കുന്നുണ്ടാവും, 60-70 വയസ്സുള്ളവരും ജോലി ചെയ്യുന്നുണ്ടാവും. 70-കൾക്ക് ശേഷം എല്ലാ മനുഷ്യരിലും ഒരു ടാഗ് വെച്ചു, ഒരു വാല്യൂ വെച്ചു. ആ വാല്യൂവിൽ നിങ്ങൾക്ക് ഈ കമ്പനിക്ക് ലാഭം കൊണ്ടുവരാൻ പറ്റുമോ, നിങ്ങൾ ചെയ്യുന്നുണ്ടോ, പിന്നെ അതിനെ ചുറ്റിപ്പറ്റിയായി കാര്യങ്ങൾ. അപ്പം ഒരു മനുഷ്യന് കമ്പനിക്ക് വേണ്ട രീതിയിൽ ലാഭം ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ, പ്രൊഡക്റ്റീവായില്ലെങ്കിൽ, ആ വ്യക്തി ശൂന്യമായിട്ടാണ് ആ വ്യക്തി അറിയപ്പെടുന്നത്. ആ വ്യക്തിയുടെ മുമ്പിൽ തന്നെ തൻ്റെ ഐഡൻറ്റിറ്റി ഒന്നും വിലയില്ലാതെ, യു ആർ സീറോ, വി റിക്വയർ പ്രോഫിറ്റ്സ്, ഞങ്ങൾക്ക് ലാഭം ആവശ്യമാണ്, തന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് തള്ളി നിൽക്കുന്ന ഒരനുഭവം. 1960-70-കൾ മുമ്പൊക്കെ വിശ്വസ്തതയ്ക്ക് വിലയുണ്ടായിരുന്നു. തൻ്റെ എന്താ പറയുക, ആരാണെന്ന് അറിഞ്ഞുകൊണ്ട് എടുക്കുന്നതാണ്. ഇത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ കമ്പനിയുടെ ലാഭത്തിന് വേണ്ടി. അപ്പോൾ നമ്മുടെ റിലേഷൻഷിപ്സും അങ്ങനെ ആയിപ്പോയി. വിവാഹ ജീവിതം പോലും എനിക്ക് കിട്ടുന്ന ലാഭം എന്താണ്, വിവാഹത്തിൽ എനിക്ക് എന്താണ് ഇതിനകത്ത് നിന്ന് അടിച്ചു മാറ്റാൻ പറ്റുന്നത് എന്നുള്ളൊരു, ക്ഷമിക്കണം ആ വാക്ക് ഉപയോഗിച്ചാൽ, പക്ഷേ അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിലായി നമ്മളെല്ലാവരും. ഒരു കോർപ്പറേറ്റ് മൈൻഡ് സെറ്റ് നമ്മുടെ പേഴ്സണൽ ലൈഫിലും വന്നു. അതുകൊണ്ടാണ് ഇന്ന് ഡൈവോഴ്സസ്, നമ്മൾ 1 പറഞ്ഞ 2 ഡൈവോഴ്സ് ചെയ്യുന്നത്. 1 പറഞ്ഞ 2-ൽ നാം അതിനെ വാല്യൂ ചെയ്യുന്നത് ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക്, ആ ക്യാരക്ടർ മനസ്സിലാക്കാൻ ശ്രമിക്കാതെ, എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് എനിക്ക് ലഭിക്കുന്നില്ല, എൻ്റെ ആവശ്യത്തിനനുസരിച്ച് എനിക്ക് ലഭിക്കുന്നില്ല, ഒന്നും ചെയ്യണ്ട. നിങ്ങൾ ജസ്റ്റ് ന്യൂസ് പേപ്പർ വായിച്ചു നോക്കിയാൽ മതി. കഴിഞ്ഞ വർഷങ്ങൾ കേരളത്തിൽ നടന്ന ദുരന്തങ്ങളുടെ കഥ നോക്കിയാൽ അതിലെല്ലാം ഒരു വാല്യൂ അറ്റാച്ച്ഡ് ആണ്.
എനിക്ക് എൻ്റെ സെൽഫിഷ്നെസ് എനിക്ക് കിട്ടുന്നില്ല, എനിക്ക് ലഭിക്കും, നിങ്ങൾക്ക് എന്ത് കൊടുക്കാൻ പറ്റും, ആ ക്യാരക്ടറിനെ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതിനെ എങ്ങനെ, അതാണ് ഒരു നോർമൽ ഫിലോസഫിയിൽ ഇങ്ങനെ പറയുന്നൊരു കാര്യമുണ്ട്, ദ ഗ്രേറ്റസ്റ്റ് അച്ചീവ്മെൻറ്റ് ഇസ് ദി എബിലിറ്റി ടു കോപ്പ് അപ്പ് വിത്ത് അതേഴ്സ്. ഏറ്റവും ജീവിതത്തിലെ ഏറ്റവും എന്താ പറയുക അനുഗ്രഹപ്പേറിയ അല്ലെങ്കിൽ ഒരു അച്ചീവ്മെൻറ്റ്, ഒരു കാര്യം സാധിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം ആ വ്യക്തിയിലുള്ള ഏറ്റവും വലിയ ക്യാരക്ടർ എന്താ, മറ്റുള്ളവരുമായിട്ട് എങ്ങനെ അലൈൻഡ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ആ കോർപ്പറേറ്റ് ലൈഫ് നമ്മുടെ ലൈഫിലേക്ക് വന്നു. ഇവിടെ പറയുന്നു ഷൗല്, ഞാൻ അതിനെ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തു പോയെന്നേ ഉള്ളൂ. ഇവിടെ മടങ്ങി വരുമ്പോൾ ഷൗല് തൻ്റെ മാതാപിതാക്കൾ അല്ലെങ്കിൽ തൻ്റെ പിതാവ് പറയുന്ന കാര്യം അപ്പാടെ അനുസരിച്ച് താൻ വളരെ ഇതായിട്ട് ഇവിടെ എഫ്രൈം സ്ഥലത്തൊക്കെയും പോയി ത്രൂ ദി ഏരിയാസ് അറൗണ്ട് ഷലീഷ, ബട്ട് ദേ ഡിഡ് നോട്ട് ഫൈൻഡ് ദം. ദേ വെൻറ്റ് ഓൺ ഇൻ ടു ദ ഡിസ്ട്രിക്ട് ഓഫ് ഷാലിം, ബട്ട് ദ ഡോങ്കീസ് വെർ നോട്ട് ദെൻ ദേ പാസ് ത്രൂ ദ ടെറിട്ടറി ഓഫ് ബെന്യാമിൻ. വളരെയധികം റെസ്പോൺസിബിളായിട്ട് താൻ ഇതെല്ലാം കണ്ടുപിടിക്കാൻ വേണ്ടി ഇത്രയും സ്ഥലങ്ങളിൽ പലൊരു സ്ഥലത്ത് പോയിട്ട് അവിടെ ഇല്ല, പറയാമല്ലേ, എന്താണ് ഫാദറിനോട് പറയല്ലോ തെറ്റിപ്പോയി, ഇതൊന്നും ഇവിടെ കണ്ടുപിടിക്കാൻ പറ്റില്ല, നമുക്ക് വേറെ മേടിക്കാം. ബിക്കോസ് നല്ല ഇതിൻ്റെ ഫസ്റ്റ് ക്യാരക്ടറിൽ തന്നെ എഴുതിയിട്ടുണ്ട്, ദർ വാസ് എ ബെഞ്ചമിൻ മാൻ ഓഫ് സ്റ്റാൻഡിങ് എന്ന് എഴുതിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ സമൂഹത്തിൽ ഒരു വിലയേറിയ മാന്യനായിട്ടുള്ള അറിയപ്പെടുന്നൊരു വ്യക്തി, ധനികനാണ്. അന്ന് ഡോങ്കീസിന്, ഇന്ന് തന്നെ കഴുതകൾക്ക് ഭയങ്കര വിലയാണ്. അപ്പോൾ അക്കാലത്ത് അത്രയും സ്റ്റാൻഡിങ് ആയിട്ടുള്ള ഒരാളാണ് സമൂഹത്തിൽ. ഒരു കഴുത പോയാലൊന്നും വലിയ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല, മറ്റൊരു കഴുതയെ ഒരു പക്ഷെ കൊണ്ടുവരാം. പക്ഷെ ഇതെല്ലാം തേടാൻ വേണ്ടി ഒരു വ്യഗ്രത തന്നിൽ നിന്ന് ഉണ്ടായി. ഇതൊക്കെ എഴുതി വച്ചിരിക്കുന്ന ദൈവം കാണുന്ന ചില ക്യാരക്ടേഴ്സാണ്. നമ്മളിത് ഈ ഇൻസിഡൻസിനെല്ലാം, നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രയാസങ്ങളെല്ലാം പ്രതികൂലങ്ങളും പ്രയാസങ്ങളും മാത്രമായി കാണുമ്പോൾ മറ്റുള്ളവർ അല്ലെങ്കിൽ ദൈവം നമ്മെ ഒരു എക്സാമ്പിളായിട്ടാണ് ഈ വർഷത്തിൽ ആഗ്രഹിക്കുന്നത്. ഒരു ഡിസിപ്ലിൻ ക്യാരക്ടർ, റെസ്പോൺസിബിളായിട്ട്. ഷൗല് പറയുന്നൊരു കാര്യമുണ്ട്, അവർ ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഷൗല് പറയണം, നമുക്ക് പോകാം, ഇനി എൻ്റെ പിതാവ് കഴുതകളെക്കുറിച്ച് ചിന്തിക്കുന്ന മാറ്റി നമ്മളെക്കുറിച്ച് ചിന്തിക്കും, ബിക്കോസ് നമ്മളും കാണാതെ നമ്മളും തിരിച്ചു വരാമെന്ന് വേണ്ടി ഇത്രയും ലേറ്റായി പോയി. വളരെ റെസ്പോൺസിബിളായിട്ട് തൻ്റെ പാരൻസിനോട് എങ്ങനെ ആയിരിക്കണം, തൻ്റെ റെസ്പോൺസിബിലിറ്റിയോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം എന്നൊക്കെ അറിയുന്നൊരു ക്യാരക്ടർ. ഇന്ന് ഈ പകൽ സമയം, ഈ വർഷം കഴിഞ്ഞ വർഷം പോയി, ഇനി അത് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. നമ്മുടെ എല്ലാവരുടെയും പ്രോബ്ലം എന്താ വെച്ചാൽ നമ്മളെല്ലാം പാസ്റ്റിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. ഫ്യൂച്ചറിനെക്കുറിച്ച് നമുക്ക് യാതൊരു പ്രതീക്ഷകളും ഇല്ലാതെ ഇരിക്കുന്ന പോലെയാണ് നമ്മൾ സംസാരിക്കുന്നത്. ശരിയാണ്, നമുക്ക് അറിയില്ല, ഭാവിയെക്കുറിച്ച് ഒരു പരിധിക്കപ്പുറം നമുക്കൊന്നും പറയാൻ പറ്റുന്നില്ല. എന്നാൽ പ്രസൻറ്റിൽ ജീവിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നത് ഇതാവുന്നു സുപ്രസാദ്, അങ്ങനെയാണല്ലോ ദൈവം പറയുന്നത്. അപ്പം ഈ മൊമെൻറ്റിൽ ജീവിക്കാൻ, കാരണം ഇത് ജീവിച്ചാലേ യു ക്യാൻ മൂവ് ഫോർവേഡ്. ഒരു സ്റ്റെപ്പ് മുമ്പിലേക്ക് വെച്ചിട്ട് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പം ഇവിടെ നോക്കും, ഇവിടെ കഴിഞ്ഞു, താൻ വളരെ റെസ്പോൺസിബിളായിട്ടിരിക്കുകയാണ്. അയ്യോ എന്തു ചെയ്യും, എങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് താൻ പറയുകയാണ്, അപ്പോൾ തന്നെ പറയാണ് ഇവിടെ ഒരു ദൈവപുരുഷനുണ്ട്, തന്നെ കൂടെ ഹൈലി റെസ്പെക്റ്റഡ് ആയിട്ടുള്ള, ഹൈലി റിപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു പ്രവാചകനാണ്. അദ്ദേഹം പറയുന്നതെല്ലാം സത്യമാകുന്നുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് പോയിച്ചിട്ട് ഒരുപക്ഷെ ചോദിക്കാം ഈ കഴുതകൾ എവിടെയാണെന്ന്. അദ്ദേഹം പ്രാർത്ഥിച്ചിട്ട് പറയുമായിരിക്കും എന്നറിയാം. അപ്പോൾ ഷൗല് പറയുന്ന ഒരു കാര്യമുണ്ട്. Saul said to his servant, if we go, what can we give to this man? എന്താ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്? The food in our sacks is gone. We have no gift to take to the man of God. What do we have? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പം സെർവൻറ്റ് പറയണത് നമ്മുടെ ഒരു ക്വാർട്ടർ ഓഫ് ഷെക്കൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് പറയുകയാണ്. ഇതിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നമുക്ക് എന്ത് കൊടുക്കാമെന്നൊക്കെ നമ്മളതിനെ വളരെ കൊമോഡിറ്റി ആയിട്ട് കൊമേഴ്ഷ്യലൈസ് ചെയ്ത് കാണുമ്പോൾ നമ്മൾ പറയും, അങ്ങനെ കൊടുക്കണോ? പ്രവാചകനല്ലേ, ദൈവത്തിൻ്റെ ആളല്ലേ, അങ്ങനെ ചെയ്യണോ, ഇങ്ങനെ ചെയ്യണോ? കർത്താവിന് വേണ്ടി നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ദൈവമക്കൾക്ക് വേണ്ടി അല്ലെങ്കിൽ ദൈവദാസന്മാർക്ക് വേണ്ടിയൊക്കെ നമ്മൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നമ്മുടെ ചുറ്റിനും ഉള്ളവരെ സഹായിക്കാൻ നാം ബാധ്യസ്ഥരാണ്. അത് ഒരാവശ്യത്തിൻ്റെ പുറത്തായാലും ദൈവം നമ്മുടെ മുമ്പിൽ ആ വ്യക്തിയെ കാണിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറ്റുന്നതിനപ്പുറം, അതിന് ഒരു കൊമേഴ്ഷ്യൽ എലിമെൻ്റ് അല്ല, നമ്മളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഒരു പോയിൻ്റ് വരെയും നാം സഹായിക്കാൻ ബാധ്യസ്ഥരാണ്. അങ്ങനെ ഒരു മൈൻഡ് നമ്മളിൽ ജനറേറ്റ് ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുന്നത്. ഇവിടെ ശൗല് വിശ്വസ്തയോടെ പ്രവാചകൻ്റെ അടുത്ത് പോകുമ്പോൾ, ഞാൻ കയ്യും വീശിപ്പോയി, ഞങ്ങളുടെ അവസ്ഥയ്ക്ക് ഇതാണല്ലോ, ഇതൊക്കെ മനസ്സിലാക്കണ്ടേ, ഇതൊക്കെ ഇത്രയും വലിയ ആളല്ലേ എന്ന് പറഞ്ഞ് ഡിഫെൻഡ് ചെയ്യാതെ, നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത്, ഒന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് ആ ഹംബിൾനെസ്സോടെ, ആ വിശ്വസ്തയോടെയാണ് ശൗല്
ആ സിറ്റുവേഷൻസിനെ കാണുന്നത്. ദൈവം ഇത് ആഗ്രഹിക്കുകയാണ്. ഇന്ന് നാം ചിന്തിക്കുന്ന പലപ്പോഴും ശൗലിൻ്റെ ആ സ്റ്റൈലിൽ നിന്നുകൊണ്ട്, ശൗലിന് ഓൾ റീസൺസ് ഉണ്ട്. എൻ്റെ കയ്യിലൊന്നുമില്ല, അറിയാമല്ലോ ഞങ്ങൾ ഇതിനൊക്കെ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട് പിന്നെ ഇതെല്ലാം ഒന്നുമില്ല, ഇതൊക്കെ മനസ്സിലാക്കണം എന്ന് പറഞ്ഞ് ആ സിറ്റുവേഷനെ ഒരു ലൈറ്റായിട്ട് ആരും അറിയത്തു പോലും അങ്ങനെ ഓവർകം ചെയ്ത് ഒരു ഇഷ്യൂ ഉണ്ടാക്കുന്നതിനാണ് ദൈവം ആ വ്യക്തിയിൽ കാണുന്ന ക്വാളിറ്റി, തൻ്റെ ഉള്ളിലെ ചിന്ത, തൻ്റെ ഉള്ളിലെ ആലോചന ദൈവം വളരെയധികം ശ്രദ്ധിക്കുന്നു. പലപ്പോഴും നാം ലോകത്തിൻ്റെ പുറത്താണ് ഒരു വ്യക്തിയെ ദൈവം അനുഗ്രഹിക്കുന്നതായിട്ട് കാണുന്നത്. പക്ഷെ ദൈവം വളരെ ഹൃദയങ്ങളെ പരിശോധിക്കുന്ന, ശോധന ചെയ്യുന്ന ദൈവമെന്നാണ് പറയുന്നത്. ഹൃദയങ്ങളെ വെയ്ത് നോക്കുമ്പോൾ ശൗൽ വളരെ സ്പെഷ്യലായിട്ടുള്ള മനുഷ്യനാണ്. ശൗൽ വളരെ ഡിസിപ്ലിൻ ക്യാരക്ടറായിട്ടുള്ളൊരു മനുഷ്യനാണ്. ശൗൽ വളരെ റെസ്പോൺസിബിളായിട്ടുള്ളൊരു വ്യക്തിയാണ്. താൻ ഉത്തരവാദിത്വമുള്ളവനാണ്. താൻ വിശ്വസ്തയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവനാണ്. എന്നിട്ട് പറഞ്ഞു, വാ പോവാം, നമുക്ക് ചോദിക്കാം. അല്ല, ഇത് ചോദിച്ചാലും കാര്യമില്ല, എൻ്റെ പിതാവിൻ്റെ കാര്യം കൊണ്ട് മുറുകെ എന്നല്ല, ഈസ് എ ഗോ ഗെറ്റർ എന്ന് വെച്ചാൽ തനിക്ക് ഫൈനലി താൻ ഇറങ്ങി പുറപ്പെട്ടൊരു കാര്യത്തിന് ഒരു മറുപടി ഉണ്ടായിരിക്കണമെന്ന് ചിന്തിക്കുന്നൊരു വ്യക്തിയാണ്. ഈ പുതിയ വർഷം നമ്മൾ ഇതേ ക്യാരക്ടേഴ്സ് ദൈവം ആഗ്രഹിക്കുന്നു. വളരെ സ്പെഷ്യലായി ദൈവം നമ്മെ സൃഷ്ടിച്ചു. ഒരു ഡിസിപ്ലിൻ ക്യാരക്ടറായി നാം മാതാപിതാക്കൾക്കും മക്കൾക്കും ഒരു നല്ല മാതൃകയായി ജീവിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നത്. അത് നിങ്ങൾക്ക് ഈ വർഷം കഴിഞ്ഞ വർഷം പറ്റിയില്ല, നോ പ്രോബ്ലം. നിങ്ങളതിൽ പരാജിതനായി, നോ ഇഷ്യൂസ്. God is giving you another opportunity. God is giving you another chance, another era, another year for you to outperform your limitations, what you saw in your last year, what you can understand that you did for last year. And then he was more responsible. He was more like a faithful man because he was understanding what he should be behaving. താനൊരു ഗോ ഗെറ്ററാണ്. പോയി കണ്ടുപിടിക്കാനുള്ള വ്യഗ്രത കാണിക്കുന്നവനാണ്. ഒരു എക്സാമ്പിൾ ഉണ്ടായി. ഞാനും എന്താ പറയുക, ആ എക്സാമ്പിളിൽ ഒരു പാർട്ടായിരുന്നു. പക്ഷേ എനിക്ക് വളരെയധികം ചിന്തിക്കാൻ പറ്റിയ ഒരു എക്സാമ്പിളാണ്. ഒരു രണ്ട് സുഹൃത്തുക്കൾ തമ്മിൽ റെയിൽവേ സ്റ്റേഷനിൽ പോയി. അവർ റെയിൽവേ സ്റ്റേഷനിൽ പോയപ്പോൾ ട്രെയിന് സ്റ്റേഷനിൽ വന്നിരിക്കുക. അപ്പോൾ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ടിക്കറ്റ് എടുത്ത് കയറാം, ടിക്കറ്റ് എടുക്കാതെ കയറിയിട്ട് നമുക്ക് അടുത്ത എന്തെങ്കിലും മാനേജ് ചെയ്യാം, അടുത്ത സ്റ്റേഷനിൽ എത്തുമ്പോൾ എന്തെങ്കിലും മാനേജ് ചെയ്യാം. ഈ വ്യക്തി തീരുമാനിക്കുന്നു ടിക്കറ്റ് എടുക്കാൻ. അപ്പോൾ സുഹൃത്ത് പറയുന്നു ട്രെയിൻ പോവും, ട്രെയിൻ പോയാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാനില്ല, ഇനിയിപ്പം ഒന്നുമില്ല. ട്രെയിൻ വന്ന് ഞാൻ ടിക്കറ്റ് എടുത്ത് കഴിയുമ്പോഴേക്കും ട്രെയിൻ ഇവിടുന്ന് വിടും, എനിക്ക് ഇനി ഒന്നുമില്ല. അപ്പോൾ ആ സുഹൃത്ത് പറയണില്ല, നമുക്ക് നോക്കാം, നമുക്കൊന്ന് ട്രൈ ചെയ്യാം. അല്ല, ട്രെയിൻ എവിടെ കിടക്കുക, ഇനി നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല. ഇങ്ങനെ സംസാരങ്ങൾ നമ്മുടെ ഇടയിലൊക്കെ ഉണ്ടാവാറുണ്ട്. ആ വ്യക്തി നിന്ന് ട്രെയിനിൻ്റെ അനൗൺസ്മെൻറ്റ് കേൾക്കാൻ തുടങ്ങി, ഇപ്പോൾ ഇവിടുന്ന് ട്രെയിൻ സ്റ്റേഷൻ വിടുവാണെന്ന്. എങ്കിലും പുള്ളി ടിക്കറ്റ് എടുക്കാൻ നിന്നു. ടിക്കറ്റ് എടുത്തു കഴിഞ്ഞ ഉടനെ അവിടുന്ന് താൻ എഴുന്നേറ്റ്, ടിക്കറ്റ് എടുത്തിട്ട് താൻ സ്റ്റേഷനിലേക്ക് നടക്കുമ്പോഴും ട്രെയിൻ അവിടെയുണ്ട്. ചെക്ക് ചെയ്തിട്ട് പ്ലാറ്റ്ഫോമിൽ കയറുമ്പോഴേക്കും ട്രെയിൻ പതുക്കെ അനങ്ങാൻ തുടങ്ങി. താൻ ഓടിപ്പോയി ഒരു ബോഗിയിൽ കയറാൻ പോയി. ഒരു പക്ഷേ ട്രെയിൻ സ്റ്റേഷനിൽ നിൽക്കുകയാണ്, ഇപ്പോൾ പോവും എന്നുള്ള അനൗൺസ്മെൻറ്റ് കേൾക്കുമ്പോൾ തനിക്ക് ടിക്കറ്റ് വേറെ ആർക്കും കൊടുക്കുകയോ ടിക്കറ്റ് എടുക്കാതെ മടങ്ങി വീട്ടിലേക്ക് പോയോ അല്ലെങ്കിൽ ടിക്കറ്റ് എടുക്കാതെ ആ വാഹനത്തിൽ കയറി എന്തെങ്കിലും ചെയ്യാം. പക്ഷേ ഉത്തരവാദിത്വത്തോടെ ഒരു ഗോ ഗെറ്റർ എന്നുള്ള നിലയ്ക്ക് ഞാൻ ടിക്കറ്റ് എടുത്ത് ട്രെയിനിൽ കയറിയിരിക്കും എന്ന് അതുവരെ ഞാൻ ട്രൈ ചെയ്യും. ആ ലാസ്റ്റ് ഇൻസ്റ്റൻസ് വരെ ഞാൻ ട്രൈ ചെയ്യും. എൻ്റെ മാക്സിമത്തിൽ ഞാൻ ട്രൈ ചെയ്യും. പലപ്പോഴും നമ്മുടെ ഉള്ളിൽ ഓരോ തവണയും പരാജയങ്ങൾ വരുമ്പോൾ, അടുക്കി വരുമ്പോൾ നാം നിരാശപ്പെടും. അത് സ്വാഭാവികമാണ്. ദൈവത്തിന് നമ്മുടെ അവസ്ഥയെ അറിയാം. നമുക്ക് ഭയങ്കര ഫ്രസ്ട്രേഷനാണ്. പക്ഷെ ദൈവം എങ്ങനെയാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്? ഗോ ഗെറ്ററായിട്ട്, പോയി കാര്യങ്ങൾ ചെയ്യുന്നവനായിട്ട്. ബിക്കോസ് അതാണ് നിങ്ങളിൽ ദൈവം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഒരു ക്യാരക്ടർ. അപ്പോൾ അത് അതിൻ്റെ എൻഡ് വരെയും പെർസ്യൂ ചെയ്യുക എന്നുള്ള. ഇവിടെ ശൗൽ എന്ത് ചെയ്തു? തപ്പിയിട്ട് കിട്ടുന്നില്ല, എങ്ങനെ നോക്കിയിട്ടും കാണുന്നില്ല. അപ്പോഴേക്കും തനിക്ക് ഉത്തരവാദിത്വമായി, ഫാദർ എന്താണ്, പിതാവ് എന്താണ് എന്നെക്കുറിച്ച് ആകെ. അപ്പോഴാണ് പറയുന്നത് ഇവിടെ ഒരു പ്രവാചകൻ ഉണ്ടാകും. എന്നാൽ പിന്നെ അദ്ദേഹത്തോട് പോയി ചോദിക്കുക. അപ്പോൾ അയ്യോ, അദ്ദേഹത്തിന് വേണ്ട കാര്യങ്ങളില്ലല്ലോ. ഇതെല്ലാം തൻ്റെ ഉള്ളിൽ ദൈവം ഒരു ക്വാളിറ്റി ആയിട്ടാണ് കാണുന്നത്. ഇന്ന് രാവിലെ സമയം നമ്മുടെ ഉള്ളിലും ദൈവം ഇങ്ങനത്തെ ക്വാളിറ്റീസ് നിറയ്ക്കാൻ ആഗ്രഹിക്കുന്നു. തുടർന്ന് വായിക്കുന്ന സമയത്തിൽ താൻ പോകുന്നു. ശൗല് പറയേണ്ടത്, ആ പോവാം, നമുക്ക് ദൈവപുരുഷനുള്ള സ്ഥലത്തേക്ക് പോവാം. അവരവിടെയൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റുന്ന ഇതാണ്.
ശമൂവേലിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. ശമൂവേൽ തലേ ദിവസം ഇങ്ങനൊരു വ്യക്തി വരുമെന്ന് ദൈവം ശമൂവേലിനോട് വെളിപ്പെടുത്താൻ ഇടയായി. സോ ദാറ്റ് മീൻസ് സാമുവൽ ഈസ് കണക്റ്റഡ് ടു ഗോഡ് എനി ടൈം. ശമൂവേൽ അല്ലെങ്കിൽ പറയുകയാണ് ശൗല് വരുന്നവരെ വെറുതെ ഇരിക്കുകയാണെങ്കിൽ കാര്യമില്ല. അപ്പം ശമൂവേൽ ദൈവമായിട്ട് അഭേദ്യൊരു ബന്ധം, അത്രയും ഒരു റിലേഷൻഷിപ്സ് ദൈവമായിട്ട് ശമൂവേലിന് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് തലേ ദിവസം ദൈവത്തിൻ്റെ ആത്മാവ് ശമൂവേലിനെ വെളിപ്പെടുത്തിയത്. എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നമ്മൾ എന്തൊക്കെ പ്രശ്നം പറഞ്ഞാലും എന്തൊക്കെ ഇഷ്യൂസ് പറഞ്ഞാലും, ഇഫ് ഗോഡ് ഹാസ് ഗിവൺ യു എ ഇയർ എഹെഡ്, ദൈവം ഈ വർഷം നിങ്ങൾക്ക് തന്നെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന എനി ടൈം ദൈവമായിട്ട് കണക്റ്റഡായി നിൽക്കാനാണ്. അല്ലാതെ എൻ്റെ പ്രശ്നങ്ങളാണ് എനിക്ക് ഇനി ഇത് സൊല്യൂഷൻ ഇത് കഴിഞ്ഞിട്ട് മതി എല്ലാം. ചിലർ ഉപവാസം ഇരിക്കുമ്പോൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, ജോലിയുടെ തിരക്കെല്ലാം കഴിഞ്ഞിട്ട് ഉപവാസം ഇരിക്കാമെന്ന്. വളരെ ഐറോണിക്കൽ സ്റ്റേറ്റ്മെൻറ്റായിട്ട് എനിക്ക് തോന്നി. ഉപവാസം ഇരിക്കുന്നത് എന്തോ ദൈവത്തിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്ന വലിയ കാര്യത്തിൽ പോലെ. പക്ഷെ ഗോഡ് ഡസ് നോട്ട് വാണ്ട് യു ടു സിറ്റ് ഐഡൽ. ഗോഡ് വാണ്ട്സ് യു ടു കണക്ട് യുവർ സെൽഫ് വിത്ത് ഹിം. സോ ദ മോർ യു കണക്ട് വിത്ത് ഗോഡ്, ദ മോർ ഗോഡ്സ് സീക്രറ്റ്സ് ആർ റിവീൽഡ് ഇൻ ടു യുവർ ഹാർട്ട്സ്. ഇപ്പോൾ ദൈവമില്ല എന്ന് തെളിയിക്കുന്നവരുടെ ദൈവം ഉണ്ട് എന്ന് തെളിയിക്കപ്പെടാൻ, പണ്ട് ഡി എൽ മൂഡിയോട് പറഞ്ഞു ദൈവമില്ല എന്ന് പറഞ്ഞു. ഐ എം സോറി, ഇന്നലെ രാത്രി പോലും ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചേ ഉള്ളൂ, ഇന്ന് പകലാണോ അദ്ദേഹത്തെ കാണാതായത്. വളരെ സിമ്പിളായിട്ട് താൻ ആ സ്നബ് ചെയ്യുന്നൊരു ക്വസ്റ്റ്യൻ താൻ ഹാൻഡിൽ ചെയ്തു. എന്ന് വെച്ചാൽ ദൈവമായിട്ട് കണക്റ്റഡ് ആയവന് ദൈവം ഇല്ല എന്നൊക്കെ കേൾക്കുന്നത് അതിനെ ഒരു ഭയങ്കര സംഭവമായിട്ടല്ല, അതിനെ ഒരു ഭയങ്കര ഇമോഷണലായിട്ടല്ല കാണുന്നത്. ഡി എൽ മൂഡിയോട് ചോദിച്ചു, അയ്യോ ദൈവം ഇല്ല എന്ന് ഞാൻ മനസ്സിലാക്കി എന്ന് പറഞ്ഞ പുള്ളി പറഞ്ഞു, അയ്യോ ഞാൻ ഇന്നലെ രാത്രി കൂടി അദ്ദേഹത്തോട് സംസാരിച്ചു, ഇന്ന് രാവിലെയാണോ അദ്ദേഹത്തെ ഇല്ലാതെ കാണാതായത്, ഇല്ലയെന്നും പറയുന്നതുകൊണ്ട് ചോദിക്കുന്ന. എന്ന് വെച്ചാൽ അത്രയ്ക്കും ലളിതമായി കൈകാര്യം ചെയ്യപ്പെട്ടു. ബിക്കോസ് എന്താണ്? ബിക്കോസ് ഹി വാസ് കണക്റ്റഡ് ടു ഗോഡ്. ഇപ്പം നമ്മൾ ഈ വർഷം ദൈവത്തോട് ഒന്നുകൂടെ സ്ട്രോങ് ആയി കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഇന്നലെ ഒരു ആർട്ടിക്കിൾ ഇങ്ങനെ വായിക്കുമായിരുന്നു, ദൈവമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു 2 മെത്തേഡ്. എനിക്കറിയാം നിങ്ങൾ എല്ലാവർക്കും ഒത്തിരി വഴികളുണ്ട്, പക്ഷേ എനിക്ക് വളരെ രസകരമായി തോന്നിയ 2 വഴികൾ. ഒന്ന്, ഡെയിലി സ്ക്രിപ്ചർ മെമ്മറൈസ് ചെയ്യുക. ഡെയിലി ഓരോ വാക്യങ്ങൾ നമ്മൾ ബൈഹാർട്ട് പഠിക്കാനുള്ള ശ്രമം നടത്തുക. ഡെയിലി വായിച്ചുകൊണ്ടിരിക്കുക. ദ മോർ യു റീഡ്, ദ മോർ യു ഗെറ്റ് കണക്റ്റഡ്, ദ മോർ യു ഗെറ്റ് റിഫൈൻഡ്. അപ്പോൾ ഈ വർഷം ഒത്തിരി കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ദൈവത്തോട് കണക്റ്റഡായിരിക്കുകയാണെങ്കിൽ ദൈവം ഒരു പക്ഷേ, ഞാൻ ദൈവത്തിൻ്റെ സൈഡിൽ നിന്നുകൊണ്ട് സംസാരിച്ചോട്ടെ, ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കേണ്ട കാര്യങ്ങൾ ദൈവം വെളിപ്പെടുത്താൻ ദൈവം വിശ്വസ്തനാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുകയാണ്, യേശുവുമായിട്ടുള്ളൊരു കണക്ഷൻ നിങ്ങൾ വിട്ടുകളയരുത്. യേശുവുമായിട്ടുള്ള കണക്ഷൻ നിങ്ങൾ റിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുക. പെർഹാപ്സ്, ഒരു പക്ഷേ, എനിക്കറിയില്ല, ഞാൻ ദൈവത്തിൻ്റെ സൈഡിൽ നിന്നുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞോട്ടെ, ദൈവം ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കേണ്ട വിഷയങ്ങൾ ഒരു പക്ഷേ വെളിപ്പെടുത്തിയേക്കാം. അത് ദൈവത്തിൻ്റെ ഇഷ്ടത്തിലാണ്, എനിക്കറിയില്ല. ഞാൻ പറഞ്ഞതുകൊണ്ടൊന്നും ദൈവം വെളിപ്പെടുത്തണമെന്നില്ല. പക്ഷേ ഒരു പക്ഷേ ദർ ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി, ഒരു ചാൻസ് ഉണ്ട് അവിടെ. നേരത്തെ ഒരു ചാൻസും ഇല്ല. ദൈവമായിട്ട് കണക്റ്റഡ് അല്ലെങ്കിൽ നിങ്ങൾക്ക് യാതൊരു ചാൻസിലും നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിനെക്കുറിച്ച് ഒരു പിടുത്തമില്ല. എന്നാൽ ദൈവമായിട്ട് കണക്റ്റഡ് ആണെങ്കിൽ ഒരു പക്ഷേ ആയിരിക്കാം. ആ ഒരു പക്ഷേ എന്നുള്ള ഒരു ചാൻസിലേക്ക് വരുവാൻ ദൈവം. ഗോഡ് വാണ്ട്സ് യു ടു ഗെറ്റ് കണക്റ്റഡ് ടു ഗോഡ് എനി ടൈം, because he has called you for a divine communion. ഒരു ദൈവികമായ കമ്മ്യൂണിയന് വേണ്ടി നിങ്ങളെ വിളിച്ചിരിക്കുന്നു. അടുത്തത് ഞാൻ പോകുന്നു. ശൗല് പെട്ടെന്ന് പോയിട്ട് ഇങ്ങനെ ശൗലിനെക്കുറിച്ച് ശമൂല് പറയുകയാണ്, നിന്നെ ദൈവം രാജാവാക്കാനാണ്, അനോയിൻറ്റ് ചെയ്യാൻ പോകണം, അഭിഷേകം ചെയ്യാൻ പോകണം എന്നൊക്കെ പറയുമ്പോൾ ശൗലിൻ്റെ ആ ആൻസർ അതിൻ്റെ 21-ാം വാക്യത്തിൽ ഇങ്ങനെയാണ്, but I am not a Benjamite but am I not a Benjamite from the smallest tribe of Israel? And is not my clan the least of all the clans of the tribe of Benjamin? Why do you say such a thing to me? ഞാൻ ബെന്യാമിൻ ഗോത്രക്കാരനാണ്, ഞാനല്ല ആവേണ്ടത്. നിങ്ങളെന്താ ഇതൊക്കെ പറയുന്നത്? ഞാൻ ഏറ്റവും എന്താ പറയുക, എൻ്റെ ആ ഗോത്രത്തിലെ ഏറ്റവും ചെറിയ ഗോത്രമായിട്ടുള്ള ബെന്യാമിൻ ഗോത്രത്തിലുള്ളവനാണ്, ഞാനല്ല അതാവേണ്ടത് എന്ന് പറയാണ്. അപ്പോൾ തൻ്റെ ലൈഫിൽ ആ ഓണസ്റ്റി, ആ ദൈവം ആഗ്രഹിക്കുന്ന ആ ട്രാൻസ്പെറൻസിയിലേക്ക് വരികയാണ്. നമ്മളെ ഒരു ബോസ് ആക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ആരെങ്കിലും നമ്മൾ പറയുമോ, എനിക്കതിനുള്ള, ഞാനാവണമെന്ന് എനിക്ക് തോന്നുന്നില്ല, ബിക്കോസ് എനിക്ക് അതിനുള്ള കഴിവില്ല. യഥാർത്ഥമായി കഴിവില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ക്വാളിഫൈഡ് ആണെങ്കിൽ, നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങളാണ് ആവേണ്ടതെങ്കിൽ ദൈവം ആക്കുന്നെങ്കിൽ ആയിക്കോ, അത് തെറ്റൊന്നുമില്ല. പക്ഷെ നമുക്ക് തോന്നുകയാണ് ഒരു തെറ്റിദ്ധാരണ അവിടെ സംഭവിച്ചിട്ടുണ്ട്,
എന്നിൽ ഈ വ്യക്തി പറയുന്ന പോലെയുള്ള ക്വാളിറ്റീസ് ഇല്ല, അത് ഞാനൊന്ന് പറഞ്ഞോട്ടെ. ആരെങ്കിലും പറയുമോ? നമ്മളതിനെന്താ പറയുന്നറിയോ? അദ്ദേഹം സ്മാർട്ടല്ല എന്ന് പറയും. ഓണസ്റ്റിക്ക് ഇക്കാലങ്ങളിൽ വിലയില്ല. നമ്മൾ പറയും പരിജ്ഞാനത്തോടെ സംസാരിക്കണം. അത് മിണ്ടാതിരുന്നാൽ പോരെ. സത്യമായിട്ട് പറയേണ്ട ഒരു കാര്യത്തെ മിണ്ടാതിരുന്നാൽ, നുണ പറയണ്ട, അങ്ങനത്തെ ഒരു ട്രെൻഡ് ഇപ്പോൾ ഉണ്ട്. നുണ പറയണ്ട, പക്ഷെ മൗനമായിരുന്നാൽ മതി, അവർ വേണമെങ്കിൽ എന്തെങ്കിലും വിചാരിച്ചോട്ടെ എന്നുള്ളതാണ്. ശരിയാണ്, തെറ്റില്ല ഒരു പരിധി വരെ. എന്നാൽ ഇവിടെ ദൈവം കാണുന്ന പോയിന്റിൽ ഞാൻ പറയാം, ഈ ഓണസ്റ്റിക്ക് വാല്യൂ ഉണ്ട്. ബിക്കോസ് ഗോഡ് ഹാസ് സെലക്റ്റഡ് ഹിം. തൻ്റെ ആ വിശ്വസ്തത, തൻ്റെ ആ റെസ്പോൺസിബിലിറ്റി, തൻ്റെ സ്പെഷ്യാലിറ്റി, തൻ്റെ ഗോ ഗെറ്റർ ആറ്റിറ്റ്യൂഡ്, തൻ്റെ ഡിസിപ്ലിൻ ക്യാരക്ടർ, തൻ്റെ ആത്മാർത്ഥത, താൻ പറയുകയാണ്. അത് എല്ലാവരോടും അല്ല. അവിടെ ഞാൻ പറഞ്ഞത് അതൊരു പരിധി വരെ തെറ്റില്ല എന്ന്. ആ ബെനിഫിറ്റ് യഥാർത്ഥമായിട്ടും എനിക്കില്ല, ആ ക്വാളിഫിക്കേഷൻ എനിക്കില്ല, ഐ എം സോറി എന്ന് പറയാണ്. മറ്റൊരാൾക്കൊരു പക്ഷേ ഉണ്ടായിരിക്കാം, ഞാനല്ല, നിങ്ങളെന്താ ഇതൊക്കെ പറയുന്നത്. റൈറ്റ് ആളോട്, എന്ന് വെച്ചാൽ നല്ല കറക്റ്റ് ആളോടായി പറയുന്നത്. എല്ലാവരോടും പോയി പറഞ്ഞാൽ ശരിയാണ്, നമുക്ക് ബുദ്ധിമുട്ടാണ്, നമ്മളത് പരിജ്ഞാനം സൂക്ഷിക്കണം. പക്ഷേ പലപ്പോഴും നമ്മളതിനെ ഒരു ട്രെൻഡാക്കി എടുക്കുമ്പോൾ, ഞാൻ പറഞ്ഞത് നമ്മൾ എല്ലാവരോടും ഒരേ സ്റ്റൈലിൽ സംസാരിക്കുമ്പോഴാണ് ദൈവികമായ കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരോട് നാം വളരെ ഓപ്പണായിട്ട് സംസാരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. ശമൂവേൽ തന്നെ റൂഫ് ടോപ്പിൽ കൊണ്ടുപോയി സംസാരിക്കുന്നത്. ശമൂവേൽ വളരെ പ്രിപ്പയർഡായിരുന്നു എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. ശമൂവേൽ പറഞ്ഞു തൻ്റെ സുഹൃത്തുക്കളോടൊക്കെ പോകാൻ പറയും, നമുക്കിത് പിന്നെ സംസാരിക്കാമെന്ന്. ശൗൽ അപ്രകാരം അവരെ പറഞ്ഞയച്ചു. വളരെ ഡിസേണിങ് ആയിട്ടുള്ള, വളരെ പരിജ്ഞാനത്തോടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പരിജ്ഞാനത്തിൻ്റെ ചിന്ത ആത്മാവ് തന്നിൽ ഭരിച്ചുകൊണ്ടിരുന്നു. വളരെ ഒരു എന്താ പറയുക, വിവേചനത്തോടെ, ബുദ്ധിയോടെ താൻ കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ ശ്രമം നടത്തി. ശമൂവേൽ പറയുമ്പോൾ ഇത് മറ്റുള്ളവർ എല്ലാവരും കേൾക്കണില്ല. നമ്മുടെ അനുഗ്രഹത്തിന് തടസ്സമായി ഒത്തിരി പേര് ഒരുപക്ഷെ വന്നേക്കാം. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്നു വളരെ ബുദ്ധിയോടെ, പരിജ്ഞാനത്തോടെ, വളരെ വിവേചനത്തോടെ നാം കൈകാര്യം ചെയ്യണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കണം. എല്ലാവരോടും തുറന്നു പറയേണ്ട ആവശ്യമില്ല, എല്ലാവരുടെ മുമ്പിലും വിളമ്പേണ്ട ആവശ്യമില്ല. എന്നോട് ഈ ഇടയ്ക്കൊരു വ്യക്തി പറഞ്ഞു, ദൈവത്തോടു കൂടെ സംസാരിക്കുന്ന പോലെ നാം മനുഷ്യരുടെ കൂടെ സംസാരിക്കേണ്ട ആവശ്യമില്ല. വളരെ പ്രൊഫൗണ്ട് തിങ്കിങ് ആയിട്ട് എനിക്ക് തോന്നി. പലപ്പോഴും നമ്മൾ ദൈവത്തോടു കൂടെ കൂടുതൽ സംസാരിച്ച് കഴിയുമ്പോൾ അപ്രകാരം നമ്മളായിരിക്കണം എന്നുള്ള രീതിയിൽ മനുഷ്യൻ്റെ മുമ്പാകെ ആ സത്യസന്ധതയോടെ പറയുമ്പോൾ അതിന് വിലയില്ലാതെ വരുന്നു. ഞാൻ മറ്റേ ഐറോണിക് സ്റ്റേറ്റ്മെൻ്റ് അല്ല, ഒരു ഫ്ലിപ്പ് സൈഡ് പറഞ്ഞു എന്നേ ഉള്ളൂ നേരത്തെ പറഞ്ഞ കാര്യത്തിൻ്റെ. അപ്പോൾ ദൈവത്തോടു കൂടെ സംസാരിക്കുന്ന മെത്തേഡ് ദൈവത്തോടു കൂടെ, മനുഷ്യനോട് കൂടെ സംസാരിക്കുന്ന മെത്തേഡ് ഓണസ്റ്റി വേണം, ഫെയ്ത്ത്ഫുൾനെസ് വേണം. പക്ഷേ എല്ലാവരോടും എല്ലാം തുറന്നു പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. എന്നാൽ ദൈവത്തെ പോലെ ആരെയും കാണണ്ട, മനുഷ്യനെ പോലെ കണ്ട്, കാരണം അവൻ മനുഷ്യനാണ്, ലിമിറ്റഡ്, അവന് പ്രോസസ്സ് ചെയ്യുന്നതിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ദൈവമേ ഇതെല്ലാം കൈകാര്യം ചെയ്യുന്ന സർവ്വവ്യാപിയായതുകൊണ്ട് ദൈവം എൻ്റെ ജീവിതത്തിൽ ബിസിനസ് തരുമോ എന്നൊക്കെ പറഞ്ഞാലൊന്നും ഒരു നോർമൽ മാനേജർ ചിലപ്പോൾ നമ്മുടെ ലൈഫിലേക്ക് എന്താണ് ഇത് പറയുന്നതെന്നും സുഹൃത്തുക്കൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഈ കാര്യങ്ങളിൽ, അത് കഴിഞ്ഞിട്ട് ഞാൻ പറയുന്നത് ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ശമൂവേൽ പറയുന്ന പ്രകാരം ശൗൽ കേട്ടിരുന്നിട്ട് ശമൂവേൽ ഒരു ഫ്ലാസ്ക് എടുത്തിട്ട് പറഞ്ഞു, ശമൂവേൽ took a flask of oil and poured it on Saul's head and appointed him. Saul was an appointed man at the appointed time to get the anointment of the Lord's inheritance എന്നാണ് പറയപ്പെടുന്നത്. എന്ന് വെച്ചാൽ ശൗല് റോങ് ആയിട്ടുള്ള നഷ്ടത്തിൻ്റെ ഇടയിലാണ് ഇതെല്ലാം തുടങ്ങുന്നത്. തുടക്കം നഷ്ടത്തിലാണ്, പരാജയമാണ് തൻ്റെ ലൈഫിൽ. താൻ എന്തിനു പുറപ്പെട്ടു അത് സംഭവിക്കാൻ സാധിച്ചില്ല, അത് തനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. താൻ പോകുന്ന വഴികളിലെല്ലാം ഡിസ്റ്റർബ്ഡ് സിറ്റുവേഷൻസ് വന്നു. പക്ഷേ തൻ്റെ ക്യാരക്ടേഴ്സ് ഓരോന്നായിട്ട് റിവീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശമൂവേലിൻ്റെ അടുത്ത് പോകുമ്പോൾ എന്ത് ഞാൻ കൊണ്ടുപോകും, ഇതെല്ലാം ഒരു ക്യാരക്ടറായിട്ടാണ് ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് കഴിഞ്ഞ് താൻ ഏറ്റവും കൂടുതൽ ദൈവമായിട്ട് അടുത്തിരിക്കുന്നവൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ താൻ വളരെ ആത്മാർത്ഥയോടെ പറയുകയാണ്, വളരെ സത്യസന്ധമായി പറയുകയാണ്, ഞാനല്ല രാജാവാണ്, നിങ്ങളെന്ത് ഇതൊക്കെ പറയുന്നത്. പക്ഷേ ശമൂവേലെല്ലാം ഒരുങ്ങിയിരിക്കുന്ന വ്യക്തിയെ പോലെ ആ ഇറച്ചി കഷ്ണം പോലും, അവിടെ ഞാനത് പെട്ടെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ അധികം ടൈമില്ല, ആ ഇറച്ചി പോലും സെറ്റ് അസൈഡ് ചെയ്തു. കാരണം വളരെ പ്രിപ്പയർഡ് ആയിരുന്നു, ദൈവം പറഞ്ഞ പോലെ സംഭവിക്കാൻ പോവുകയാണെന്ന്. വളരെ ഫുൾ ഫോക്കസ്ഡ് ആയിട്ടുള്ള ശമൂവേലിനെ ഇവിടെ കാണുന്നത്. അങ്ങനെ ശൗൽ വന്നിരിക്കുമ്പോൾ ആ സ്പെഷ്യലായിട്ടുള്ള ഇറച്ചി ശൗലിന് കൊണ്ടേ കൊടുക്കുന്നു. ശൗലിനോട് പറയുന്നത്, തൻ്റെ കൂടെ ഇരിക്കുന്നവരെയൊക്കെ പറഞ്ഞുകൊണ്ട്, എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, ദൈവികമായ ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്.
അത് വളരെ താൻ ഡിസേൺമെൻറ്റോടെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് പോർ ചെയ്തിട്ട് പറയാം, ഹാസ് നോട്ട് ദ ലോർഡ് അനോയിൻറ്റ് യു യുവർ റൂളർ ഓവർ ഹിസ് ഇൻഹെറിറ്റൻസ്. നിങ്ങളുടെ ഇൻഹെറിറ്റൻസിൽ ദൈവം റൂളറായിട്ട് നിങ്ങൾ അനോയിൻറ്റ് ചെയ്തില്ലേ, ദൈവത്തിൻ്റെ ആ അവകാശത്തിലേക്ക് അഭിഷേകം ചെയ്തില്ലേ എന്നാണ് ചോദിക്കുന്നത്. ഇന്ന് പകൽ സമയം ഡിവൈൻ അപ്പോയിൻറ്റഡ് ആയിട്ടുള്ള വ്യക്തികളാണ് നമ്മൾ. ദൈവം സൃഷ്ടിച്ചു, ദൈവത്താൽ അപ്പോയിൻമെൻ്റ് ഉള്ളവരാണ്. ദൈവം നമ്മെ സ്പെഷ്യലായിട്ട് കൺസിഡർ ചെയ്യുന്നു. ഒരു ഡിസിപ്ലിൻ ക്യാരക്ടറോടെ ഈ വർഷം മുമ്പോട്ട് പോകാൻ ദൈവം ആഗ്രഹിക്കുക. ഒരു റെസ്പോൺസിബിളായിട്ട് പോകാൻ, ഉത്തരവാദിത്വത്തോടെ മുമ്പോട്ട് പോകാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. വിശ്വസ്തയോടെ മുമ്പോട്ട് പോകാൻ, ഫെയ്ത്ത്ഫുള്ളായി മുമ്പോട്ട് പോകാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഒരു ഗോ ഗെറ്ററായി, കാര്യങ്ങൾ നടത്തുന്നവനെ പോലെ വ്യഗ്രത കാണിക്കുന്നവനായിട്ട് ചെയ്യുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അലസത നമ്മളിൽ നിന്ന് മാറാൻ ഇടയാകട്ടെ. വളരെ ആത്മാർത്ഥതയോടെയുള്ള ശൗലിനെ പോലെ ആയിത്തീരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. വളരെ വിവേചന ബുദ്ധിയോടെ ഉള്ള ഒരു മനുഷ്യനെ പോലെ ആയിത്തീരുവാൻ ആഗ്രഹിക്കുന്നു. കാരണം ദൈവമായിട്ടുള്ള എപ്പോഴും കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തിയെപ്പോലെ ആയിരിക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ഈ വർഷം ആഗ്രഹിക്കുന്നു. വളരെ കാൽക്കുലേറ്റീവായിട്ട് പ്രിപ്പയർ ചെയ്ത് എപ്പോഴും ഒരുങ്ങിയിരിക്കുന്നവനായിട്ട് തീരുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. സോൾ വാസ് അപ്പോയിൻറ്റഡ് മാൻ. സൗലായിരുന്നു തീരുമാനിക്കപ്പെട്ട വ്യക്തി. തൻ്റെ തക്ക സമയത്ത്, തീരുമാനിക്കപ്പെട്ട സമയത്ത് ദൈവത്തിൻ്റെ അവകാശത്തിൻ്റെ അഭിഷേകം തൻ്റെ മേൽ വീഴുവാനിടയായി. ഈ പുതിയ വർഷക്കാലം പുതിയൊരു ശക്തിയോട് വരുന്നു. പുതിയ നിയമത്തിലൊരു വാക്കുണ്ട്, റോമാലേഖനം 15-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ, മേ ദ ഗോഡ് ഓഫ് ഹോപ്പ് ഫിൽ യു വിത്ത് ഓൾ ജോയ് ആൻഡ് പീസ് ആസ് യു ട്രസ്റ്റ് ഇൻ ഹിം. പ്രത്യാശയുടെ ദൈവം നിങ്ങളെ സകലമാന സന്തോഷത്തിലും സമാധാനത്തിലും നിങ്ങളുടെ വിശ്വാസത്തിനൊത്തവണ്ണം, നിങ്ങളുടെ ആശ്രയത്തിനൊത്തവണ്ണം നിറയ്ക്കട്ടെ. സോ ദാറ്റ് യു മേ ഓവർഫ്ലോ വിത്ത് ഹോപ്പ്. എന്തുകൊണ്ടാണ് നിറയ്ക്കണമെന്നറിയോ? നിങ്ങൾ പ്രത്യാശയോടെ കവിഞ്ഞൊഴുകാൻ വേണ്ടി, ബൈ ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടെ ചെയ്യുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. കാരണം ഈ പ്രത്യാശ, എന്തിനാണ് പ്രത്യാശയോടെ നാം നിറഞ്ഞ് കവിയണ്ടേ? അപ്പോൾ ഒരു വേദപണ്ഡിതൻ എഴുതിയിരിക്കുന്ന ചില വാക്യങ്ങൾ ഞാൻ കടമെടുക്കുകയാണ്. ഫോർ ദിസ് ഹോപ്പ് ഇസ് ഇൻറ്റൻറ്റഡ് ടു കവർ ഓൾ ദ ഫ്യൂച്ചർ. കാരണം ഈ പ്രത്യാശ നിങ്ങളുടെ ഭാവിയെ സംരക്ഷിക്കാനായിട്ട് ദൈവം ഉപയോഗിക്കും. ദ നെക്സ്റ്റ് മൊമെൻറ്റ് ഓർ ടുമോറോ. അപ്പം ദ ഹോപ്പ് ഇസ് ഇൻറ്റൻറ്റഡ് ടു കവർ ഓൾ ദ ഫ്യൂച്ചർ, എൻറ്റയർ ഫ്യൂച്ചർ, ഭാവി, ഈ ഭൂമിയിൽ നിങ്ങളെക്കുറിച്ചിട്ടുള്ള ഭാവി പ്രത്യാശയ്ക്ക് വരുന്നു. അതാണ് കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധതയും, സിദ്ധത പ്രത്യാശയും ഉളവാകുന്ന. പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല, കാരണം ക്രിസ്തു യേശുവിൽ സ്നേഹം നിങ്ങളുടെ ഹൃദയങ്ങളെ സൂക്ഷിക്കും. അപ്പോൾ ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളെ, കാരണം ഭാവി നമുക്ക് അനിശ്ചിതമാണ്, പക്ഷേ ഈ പ്രത്യാശയാണ് നമ്മളെ സൂക്ഷിക്കുന്നത്, ദൈവത്തോടുള്ള ഇത്. ദ ഹോപ്പ് ഇസ് ഇൻറ്റൻറ്റഡ് ടു കവർ ഓൾ ദ ഫ്യൂച്ചർ, ദ വെരി നെക്സ്റ്റ് മൊമെൻറ്റ്, മേ ബി ടുമോറോ, മേ ബി ടുഡേ, ഓർ ദ ഡിമസ്റ്റ് ഡിസ്റ്റൻസ് വെയർ ടൈം ഹസ് സീസ് ടു ബി. സമയമില്ലാത്ത തൊട്ടടുത്ത് നടക്കാൻ പോകുന്ന ഒരു കാര്യത്തെ പോലെ ഈ പ്രത്യാശ സൂക്ഷിക്കുന്നു. ആൻഡ് എറ്റേണിറ്റി സ്റ്റാൻഡ്സ് അൺമൂവ്ഡ്. ആ നിത്യത അനങ്ങാതെ നിൽക്കുകയാണ് നമ്മളെ വെയിറ്റ് ചെയ്തുകൊണ്ട്. ദി ആറ്റിറ്റ്യൂഡ് ഓഫ് ദ ക്രിസ്ത്യൻ മൈൻഡ് ഓട്ട് ടു ബി എ ചെറി ഒപ്റ്റിമിസം. ദൈവം ആഗ്രഹിക്കുന്ന ക്രിസ്ത്യൻ അല്ലെങ്കിൽ ക്രിസ്തീയ വ്യക്തിയുടെ മനസ്സ് ഒരു വളരെ ഹൈലി ചെറിയ ഒപ്റ്റിമിസത്തോടെ, വളരെ പോസിറ്റീവായിട്ട് ആഗ്രഹിക്കുന്നു. ആൻഡ് അൺക്വയറബിൾ ഹോപ്പ്, ദ ബെസ്റ്റ് ഇസ് യെറ്റ് ടു ബി. അത് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ദ ബെസ്റ്റ് തിങ് ഇസ് യെറ്റ് ടു കം. ഏറ്റവും നല്ലത് ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇന്ന് പകൽ, കാരണം ദൈവം ഒരിക്കലും പറഞ്ഞു കഴിഞ്ഞിട്ട് കിടന്നുറങ്ങുന്നതോ അല്ലെങ്കിൽ കഴിഞ്ഞു, എൻ്റെ കാലം കഴിഞ്ഞു എന്ന് പറയുന്ന ദൈവങ്ങളെ പോലെയല്ല. ജീവനോടെ ഡൈനമിക് ഗോഡാണ്. സോ ദാറ്റ് മീൻസ് നിങ്ങളുടെ ലൈഫിൽ ചിലപ്പോൾ നിങ്ങളുടെ പ്രായം കഴിഞ്ഞു പോയിട്ടുണ്ടാവും, നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ സമയം കഴിഞ്ഞു പോയിട്ടുണ്ടാവും, നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ കാര്യങ്ങളുടെ ആ നല്ല സമയങ്ങൾ എല്ലാം മാറിപ്പോയെങ്കിലും God can still bring it. The good is yet to come. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയപിതാവേ, നല്ല സമയത്തിനായി നന്ദിയോട് സ്തോത്രം. ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ, ഈ പുതിയ വർഷക്കാലം ദൈവത്തെ സ്തുതിക്കുവാനൊക്കെ ദൈവം തന്ന നല്ല നിമിഷത്തിനായി സ്തോത്രം. ഞങ്ങളുടെ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, വേദനകൾ, കണ്ണുനീരുകളെല്ലാം ഉണ്ടായിരുന്ന കർത്താവ്, കഴിഞ്ഞ വർഷക്കാലമൊക്കെയും ഞങ്ങളതിൻ്റെ പ്രയാസങ്ങളിലൂടെ പോയി. എങ്കിലും പുതിയ വർഷം പ്രത്യാശ കൊണ്ട് ഓവർഫ്ലോ ചെയ്യുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ ദൈവം ഞങ്ങളെ നടത്താൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ദ ബെസ്റ്റ് ഇസ് യെറ്റ് ടു കം.
കർത്താവ് നല്ലത് ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നുള്ള പ്രത്യാശയോടെ ഞങ്ങൾ മുമ്പോട്ട് പോകുവാൻ ദൈവം ഞങ്ങൾ ആശ്രയിക്കുന്നു. നല്ല സ്വഭാവങ്ങളും നല്ല രീതികളിൽ കർത്താവ് ശൗലിൻ്റെ വ്യത്യസ്തതയുള്ള തൻ്റെ ജീവിതത്തിലുള്ള വ്യത്യസ്തത പോലെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു കർത്താവിൻ്റെ അവകാശത്തിലേക്ക് ഞങ്ങളെ അഭിഷേകം ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും ഏൽപ്പിക്കുന്നു, കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ ഭാവി കർത്താവ് ഞങ്ങളുടെ കയ്യിലല്ല, അങ്ങയുടെ കയ്യിൽ ഭദ്രമായിരിക്കുന്നു ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് ഞങ്ങൾ ഓരോ ദിവസവും ഓരോ നിമിഷവും പ്രത്യാശയോടെ ചുവടുകൾ വെച്ച് മുമ്പോട്ട് പോകുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കർത്താവ് ഇന്ന് കേട്ട വചനങ്ങൾ എല്ലാവർക്കും അനുഗ്രഹമായി തീരട്ടെ. കർത്താവ് എല്ലാവരെയും ഏൽപ്പിക്കുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ നിറയ്ക്കണം. പ്രാർത്ഥനയാചനകനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു.